വിരുന്നുള്ളത് UAE ദുബൈയിലാണ്. ഇവിടെ ഒരു വ്യക്തിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളും സാമ്പത്തികവും ഒക്കെ വേണ്ട ഒരു കാലഘട്ടമാണിത്. എന്നിരുന്നാലും നമ്മൾ എത്രമാത്രം സാമ്പത്തികമുണ്ടെങ്കിലും ഇത് വിനിയോഗിക്കുവാൻ വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമായി വരും. അത്തരം സാഹചര്യങ്ങളിലാണ് ദുബൈയിലെ ന്യൂ ഏജ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രസക്തി ഏറി വരുന്നത്. ഇന്നത്തെ വിരുന്നിൻ്റെ അതിഥി ന്യൂ ഏജ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC എന്ന കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായ മിസ്റ്റർ ദിലീപ് ചെറിയാനാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇപ്പോൾ ഈ ന്യൂ ഏജ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന കമ്പനി അത് സത്യത്തിൽ ഇൻഷുറൻസ് കവറേജ് ആണ് കൊടുക്കുക, അതോ മറ്റ് കമ്പനികളുടെ ഇൻഷുറൻസിൻ്റെ ഒരു ബ്രോക്കറായിട്ട് മാത്രമാണോ നിലകൊള്ളുന്നത്? ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള യഥാർത്ഥ റോൾ അല്ലെങ്കിൽ ഒരു ഫുൾ റോൾ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കർക്ക് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു കസ്റ്റമറെ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റിനെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസേൺസ് ആൻഡ് വറീസ്, അംബീഷൻസ് ആൻഡ് ഗോൾ, ബഡ്ജറ്റ്, attitude towards risk, what he got, what he needs to be planned, ഇങ്ങനെയുള്ള പല ഏരിയാസ് മനസ്സിലാക്കുവാനും അത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ഒരു റിസർച്ച് കൂടെ ഏറ്റവും ഫലപ്രദമായ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒന്നിലധികം സൊല്യൂഷൻസ് അവർക്ക് കൊടുക്കുവാനും പറ്റുന്നത് ഒരു ബ്രോക്കറുടെ കൂടെ ഇരുന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ബ്രോക്കർക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു കമ്പനിയെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഐ ആം വെരി മച്ച് ലിമിറ്റഡ് വിത്ത് ദെയർ പ്രോഡക്ട്സ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ കസ്റ്റമറിന് ഒരു നല്ല ചോയ്സസ് കൊടുക്കാൻ നമുക്ക് പറ്റും. രണ്ട്, ക്ലെയിം സെറ്റിലിങ്ങിൻ്റെ ഒരു കാലത്ത് ഒരു ആവശ്യം വന്നാൽ വി നോ എക്സാക്ട്ലി വാട്ട് ടു ഡു. സോ വി ക്യാൻ റിയലി ഹെൽപ്പ് അവർ ക്ലയൻസ് ഇൻ ഗെറ്റിംഗ് ദ ബെസ്റ്റ് ഡീൽ അല്ലെങ്കിൽ ബെസ്റ്റ് സർവീസ്. സാർ, ഇപ്പോൾ ഈ ന്യൂ ഏജ് ഇൻഷുറൻസ് എന്ന ഒരു കമ്പനിയുടെ വ്യക്തിപരമായ, അതായത് പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണം അത് ആ വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടാണോ നിൽക്കുന്നത്, അതോ മറ്റൊരു കമ്പനി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകുമോ? തീർച്ചയായിട്ടും ഞങ്ങളുടെ റോള് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന നിലയിലായതുകൊണ്ട് കസ്റ്റമറിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാനും അദ്ദേഹത്തിന് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുവാനും മോട്ടിവേറ്റ് ചെയ്യാനും, അതായത് ഓരോ പ്രവാസിയും ഇവിടെ എത്തുമ്പോൾ അവർ അധികം സ്വപ്നങ്ങളും ബാധ്യതകളുമായിട്ടാണ് ഈ UAE-യിലെത്തുന്നത്. അവർക്ക് വളരെ വലിയ സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ ആക്കണമെങ്കിൽ അവർ ഡിസിപ്ലിൻ ആയിരിക്കണം. അപ്പോൾ ഞങ്ങൾ അവർക്ക് അഡ്വൈസ് ചെയ്യുന്നത് അവരുടെ ലൈഫിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതായത് റിട്ടയർമെൻറ്റ്, മക്കളുടെ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം, അവരുടെ മാരേജ്, ഹൗസ്, ഒരു വീട് വേണമെന്നുള്ള സ്വപ്നം മനുഷ്യർക്കുണ്ട്. അപ്പോൾ ഇതിനൊക്കെയും നമുക്ക് ഒരു സമയം നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പീരീഡ് ഓഫ് ടൈം കൊണ്ട് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻകം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ അത് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന റോള് ചെയ്യാൻ സാധിക്കുന്നത് കാരണം ഞങ്ങൾ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അതിന് പകരം ഞങ്ങൾ ചെയ്യുന്നത് ഇവരുടെ ആ ബജറ്റ്, അവരുടെ സിറ്റുവേഷന് മാച്ച് ചെയ്യുന്നത് കണ്ടുപിടിച്ച് അവർക്ക് ഒന്നിലധികം സൊല്യൂഷൻസ് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ഈ ഒരു വേയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ക്ലയൻസാണ് ഞങ്ങളെ ഓട്ടോമാറ്റിക്കലായിട്ട് അടുത്ത ക്ലയൻസിന് റെഫർ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ പ്ലാനിങ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സറൗണ്ട്സിന് ഒരു എഡ്യൂക്കേഷണൽ പ്ലാനിങ്ങിൽ ഒരു സാമ്പത്തിക ആസൂത്രക എന്ന നിലയ്ക്ക് താങ്കൾക്ക് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് പറയാം? മലയാളികൾ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് മക്കളുടെ നല്ല വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസം. അവരെ ഡോക്ടേഴ്സ് ആക്കണം, എൻജിനീയേഴ്സ് ആക്കണം, അല്ലെങ്കിൽ പൈലറ്റ്സ് ആക്കണം. ഓരോരുത്തർക്കും വലിയ വലിയ ഡ്രീംസാണ്. ചിലർ വളരെ സ്വതന്ത്രമായ ചിന്തകരുണ്ട്, അവരാകട്ടെ അവരുടെ കഴിവിനനുസരിച്ച്. പക്ഷെ വൺ തിങ് ഈസ് കോമൺ, ഇന്നത്തെ ലോകത്തിൽ മണി വേണം. ഇതിനെല്ലാം നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പൈസ. അപ്പം എഡ്യൂക്കേഷൻ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഫാമിലിയിൽ ഒരാൾ 10 വയസ്സുള്ള ഒരു കുട്ടി, ഒരു സൺ, അടുത്തയാൾ 4 വയസ്സുള്ള ഒരു ഡോട്ടർ, 2 പേരുണ്ടെന്നിരിക്കട്ടെ.
അപ്പോൾ 10 വയസ്സുള്ള കുട്ടിക്ക് 18ാമത്തെ വയസ്സിൽ ഹയർ എഡ്യൂക്കേഷന് പോകേണ്ടതായിട്ടുണ്ട്. എൻജിനീയറിങ്ങിനോ എന്ത് ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചാലും അതിനു വേണ്ടിയുള്ള ബേസിക് കോഴ്സസ് അവർക്ക് പാസ്സാകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെയും കോസ്റ്റ് ഇൻവോൾവ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഈ റിമൈനിങ് എത്ര വർഷമുണ്ടെന്ന് നോക്കുക. 10 വർഷമുള്ള ആൾക്ക് ഇനി 8 വർഷമുണ്ട്. 8 വർഷം കൊണ്ട് അവരുടെ ഡ്രീം എമൗണ്ട് എത്തണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് എഡ്യൂക്കേഷൻ നടക്കുകയാണെങ്കിൽ എത്ര വേണ്ടി വരും, ഇനിയല്ല അടുത്ത 8 വർഷം കൂടെ കഴിഞ്ഞാണെങ്കിൽ ഇൻഫ്ലേഷനൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ഫിഗർ എന്താണ്, അതാണ് എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിൻ്റെ ഫിഗർ. എക്സിസ്റ്റിംഗ് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ കുട്ടിക്ക് 4 വയസ്സുണ്ടെങ്കിൽ ഇനി ഏകദേശം 14 വർഷത്തോളം ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് പോലും 14 വർഷത്തെ ടൈം ഉള്ളത് കൊണ്ട് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം അപ്പോൾ പലരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷൻ കുട്ടികൾ വളരെ ചെറുതല്ലേ, 2 വയസ്സേ ഉള്ളൂ 4 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ എത്രയും ഏർലി സ്റ്റേജിൽ തുടങ്ങുകയാണെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം അവർ 16 വയസ്സിൽ തുടങ്ങിയ only 2 years remaining, it will be a difficult task. സാർ, ഇപ്പോൾ ഈ പ്രവാസ ജീവിതത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ന്യൂ ഏജ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൻ്റെ സഹായം ആവശ്യമായി വരിക എന്നൊന്ന് പറയാം? എല്ലാ പ്രൊഫഷണൽസിനെയും പോലെ എല്ലാ പ്രവാസികളെയും പോലെ അവർക്കും അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. അവരുടേതായ നിലവാരത്തിലുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിങ്, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള പ്ലാനിങ്, അതൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ പ്രത്യേകിച്ച് ബിസിനസ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോർട്ട്ഗേജസ് വേണമായിരിക്കും, മോർട്ട്ഗേജസ് ലോൺ. അപ്പോൾ അതിനു വേണ്ടി ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ വേണ്ടി വരാം. അപ്പോൾ ഒരു ബ്രോക്കറിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും 10-15 പ്രൊവൈഡേഴ്സോളം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇൻ്റർനാഷണൽ ലോക്കൽ പ്രൊവൈഡേഴ്സ്. വി ക്യാൻ ഫൈൻഡ് ദ ബെസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് സർവീസസ്. അത് അവർക്ക് കൊടുക്കാൻ പറ്റും മോർട്ട്ഗേജസിൻ്റെ കാര്യത്തിൽ. അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, അവർക്കൊരു ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് ഫെസിലിറ്റി വേണം, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബാങ്ക് ഒരു ഇൻഷുറൻസ് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും നല്ല ചോയ്സസ് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേംസിന് ഞങ്ങൾ പ്രത്യേകമായി തയ്യാറായ എക്സിറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ശാഖ തന്നെ ഞങ്ങൾക്കുണ്ട്. അതിൽ ഞങ്ങൾ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പാർട്ട്ണർ ഡെത്ത് വഴി ഇതിൽ നിന്ന് പോയെങ്കിൽ പലപ്പോഴും മറ്റ് പാർട്ട്നേഴ്സിന് ലിക്വിഡ് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് ബിസിനസ്സിൽ നിന്ന്. അപ്പോൾ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു $5 million വർത്ത് ഓഫ് ബിസിനസ് ഉണ്ട്, $5 million വർത്ത് ഓഫ് ബിസിനസ് ഉണ്ട്. അതിൽ നിന്ന് 4 പാർട്ട്നേഴ്സ് ഉണ്ട്. ഒരു പാർട്ട്ണർ മരിച്ചുപോയി. ഇമ്മീഡിയറ്റായിട്ട് ഈ പൈസ എടുത്ത് കൊടുക്കാൻ പലപ്പോഴും ബിസിനസ് ആൾക്കാരെ കൊണ്ട് പറ്റില്ല. അതിനുവേണ്ടി അവർക്കൊരു പ്രൊവിഷൻ ഇൻഷുറൻസ് വഴി ചെയ്യാവുന്നതാണ്. ചില എക്സാമ്പിൾ പറയാം, ചില ബിസിനസ് ആൾക്കാർ 5000 പേർക്ക് സാലറി കൊടുക്കുന്ന ആൾ, പക്ഷേ കീ മാൻ പിക്ചറിൽ നിന്ന് ഔട്ടായാൽ ഫാമിലിക്ക് ചില സാഹചര്യത്തിൽ വില്ല് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടും അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൻ്റെ ടേംസ് കറക്റ്റായിട്ട് വെക്കാത്തത് കൊണ്ടും ഒക്കെ ഇമ്മീഡിയറ്റായിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയാസിലൊക്കെ ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുന്നു. പല മേഖലകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ താങ്കളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിച്ചില്ല. താങ്കളുടെ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്, നാട് എവിടെയാണ്, അതിൻ്റെ വിശേഷങ്ങളെന്ന് പറയും? എൻ്റെ നാട് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ കുമ്പളാമ്പുഴ എന്ന സ്ഥലമാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ജെമി, ഒരു ഫാർമസിസ്റ്റായിട്ട് ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ കുട്ടികൾ അലൻ, അൻസു. അലൻ 8ാം ക്ലാസ് അവർ ഓൺ സ്കൂള് ഷാർജ, അൻസു 5ാം ക്ലാസ് അവർ ഓൺ സ്കൂൾ ഷാർജ. ഞങ്ങൾ ഷാർജ അൽനാദയിൽ താമസിക്കുന്നു. ഈ ന്യൂ ഏജ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് LLC എന്ന കമ്പനി താങ്കൾ വൈസ് പ്രസിഡൻ്റാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ മറ്റ് നേതൃത്വത്തിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് പറയാം? ന്യൂ ഏജ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൻ്റെ ഓണർ അല്ലെങ്കിൽ MD എന്ന് പറയുന്നത് മിസ്റ്റർ അജിത് ഇലാനിയാണ്. അദ്ദേഹത്തിന് ഏകദേശം 25 വർഷത്തിൽ പരം UAE എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഇൻഷുറൻസ് വേൾഡിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മാന്യദ്ദേഹമാണ്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം മലയാളിയല്ല, അതുമാത്രമേ. അതുപോലെ ഞങ്ങൾ ലൈഫും ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ ഇപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെയല്ല ചെയ്യുന്നത്. ഞങ്ങൾ കംപ്ലീറ്റ് ഇൻഷുറൻസ്, എനിത്തിങ് അണ്ടർ ദ സൺ ദാറ്റ് ഈസ് ഇൻഷുറബിൾ വി ക്യാൻ ഇൻഷുർ, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനൊക്കെ എക്വിപ്ഡ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിനൊക്കെയും ആൾക്കാരുമുണ്ട്. സാർ, എന്തായാലും ഇത്രയും സമയം
ഞങ്ങളുടെ പ്രേക്ഷകരോട് ന്യൂ ഏജ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസിന് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതുപോലെ തന്നെ പല മേഖലകളും ലൈഫ് ഇൻഷുറൻസിൻ്റെയും അതുപോലെ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. ഇത്രയും സമയം, താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകരുമായി സംവദിച്ചതിൽ ഹൃദയംഗമായി നന്ദി.